LDC 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. രണ്ടും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാര്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ പറയുന്നവ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ലക്ഷ്യമല്ലാത്തത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നാണ്. അപ്പോൾ ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക, ഇവയൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമാണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് മാന്റിൽ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് മാന്റിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ആണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായത്? ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായത്? ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? എൽമനൈറ്റ് ആണ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. നീതി ആയോഗ് സ്ഥാപിതമായത് 2015. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹ്യ സമത്വം, സ്വയം പര്യാപ്തത, ആധുനികവൽക്കരണം. ഇന്ത്യയുടെ GDP കണക്കാക്കുന്ന അത് ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്ത്? ആൻസർ എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗ്